അങ്ങനെ ചെയ്യാം. അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 23/2023 ഷിഫ്റ്റ് 2 ആണ്. മാത്സിലെ എല്ലാ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ കോപ്രൈം ആവണമെങ്കിൽ എന്താണ് HCF 1 ആവണം. അപ്പോൾ ഈ ഓപ്ഷൻ സി കാണുമ്പോൾ എന്തായാലും അറിയാം 15 35 വരത്തില്ല. ഇത് രണ്ടും എന്താണ് 5ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി എന്താ ഓപ്ഷൻ എ നോക്കുമ്പോൾ ഇങ്ങനെ 141 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിളാണ്. 4 1 5 5 1 6. സം എന്താണ് 3ൻ്റെ, അതായത് സമ്മ് 3ൻ്റെ മൾട്ടിപ്പിൾ വരുമെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പം 141 3 ഡിവിസിബിളാണ്. 15 നമുക്കറിയാം 3 ഡിവിസിബിളാണ്. അപ്പോൾ ഇത് രണ്ടും 3 ഡിവിസിബിളാണ്. ഇതും വരത്തില്ല. അപ്പം അതുപോലെ തന്നെയാണ് ഓപ്ഷൻ ഡിയുടെ കാര്യം. 5 1 6 വരും. അതെത്രയാണ്? അത് 3ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇതൊരു 3ൻ്റെ മൾട്ടിപ്പിളാന്ന് മനസ്സിലായി. 141 കേസും നമ്മൾ പറഞ്ഞു 4 1 5 1 6 എന്ന് പറയുന്നത് എന്താണ് 3ൻ്റെ മൾട്ടിപ്പിളാണ്. ഇതും എന്താണ് 3ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതും വരത്തില്ല. ആൻസർ എന്താണ് 15 94. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ വേറൊന്നുമല്ല, ഇതിൻ്റെ LCM ആയി ചോദിച്ചേക്കുന്നത്. അതായത് സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12 15 18 27 എന്നുള്ള എന്താണ് ഇതിൻ്റെ എല്ലാത്തിനും കൂടെ LCM കണ്ടാൽ മതി. അപ്പോൾ 12നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 3 × 2 × 2 എന്ന് എഴുതാം. 15നെ എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 3 × 5 എന്ന് എഴുതാം. 18നെ 3 × 3 × 2 എന്ന് എഴുതാം. 27നെ 3 × 3 × 3 എന്ന് എഴുതാം. അപ്പം ഇവിടെ എന്താ 3⁻1 × 2⁻2 വരും. ഇവിടെ എന്താ 3⁻1 × 5⁻1 വരും. ഇവിടെ എന്താ 3⁻2 × 2⁻1 വരും. ഇവിടെ 3⁻3 വരും. അപ്പം ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ, അതായത് 3 2 5 3 ഒക്കെ ഉള്ളൂ. അതിൻ്റെ എല്ലാം വലിയ പവർ എടുത്താൽ മതി. അതായത് 3 × 3 × 2ൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ വരുന്നത് ഇതാണ്. 2 × 2 × 5 ഒരെണ്ണേ ഉള്ളൂ. 5 × 1 ഇതാണ് ഈ LCM. അപ്പം 27 × 4 ചെയ്യുമ്പോൾ എത്രയാണ്? 108 വരും. 108 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 1080ൻ്റെ പകുതി എടുത്താൽ മതി. അതായത് 540 വരും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇവിടെ ഈ ക്വസ്റ്റൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പുള്ളിയുടെ എക്സ്പെൻഡിച്ചർ ഈസ് ടു സേവിങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞേക്കുന്നത് 7:3 എക്സ്പെൻഡിച്ചർ ഇത് സേവിങ്. അതിനുശേഷം എന്താ ഇൻകം എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സിൻ്റെ സമ്മായിരിക്കും. ഇൻകം എന്ന് പറയുന്നത് എത്ര? 10 വരും. ഇത് തന്നേക്കുന്നുണ്ട് ഇൻകം 12% കൂടി, എക്സ്പെൻഡിച്ചർ 8% കൂടി. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഹിസ് സേവിങ്സ് വിൽ ഇൻക്രീസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് എന്താ എല്ലാത്തിനെയും ഓരോ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഇവിടെ 1000 ആവും, ഇവിടെ 700 ആവും, ഇവിടെ 300 ആവും. അപ്പം ഇതാണ് ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സിൻ്റെ റേഷ്യോ. ഇനി ഇൻകം എത്രയും 12% കൂടുന്ന പറഞ്ഞാൽ, അപ്പോൾ 1000ൻ്റെ 12% എത്രയാണ്? 1000 × 12/100 ചെയ്യുമ്പോൾ 120 ഇവിടെ കൂടും. എക്സ്പെൻഡിച്ചർ 8% കൂടുന്ന പറഞ്ഞത്. അപ്പം 700 × 8/100 ചെയ്യുമ്പോൾ 0 വെട്ടിപ്പോയിട്ട് 7 56 എന്നാണ്. അപ്പോൾ 56 കൂടും. അപ്പം ഇൻകം അല്ല സേവിങ്സ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചറാണ്. 120 × 56 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 64 വരും. ഇതാണ് പുതിയ സേവിങ്സ് പുതിയതായിട്ട് കൂടിയത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദെൻ വാട്ട് പെർസെൻറ്റേജ് വിൽ ഹി സേവിങ്സ് ഇൻക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 300 ൽ 364 ആവും. എത്ര? 64 കൂടും. എത്രയാണ്? 300 × 100 ചെയ്താൽ മതി. അവിടെ 0 വെട്ടിപ്പോയി 6 4 10. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, എന്നാലും നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 2s are 6 വരും. പിന്നെ 4 ആണ്. അപ്പം 4ൽ 3 ഒരു തവണ പോവും. റിമൈൻഡർ എത്രയാണ്? 1 വരും. അപ്പം പോയിന്റ് കൊടുത്തിട്ട് 0 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 3s are 9 വരും. പിന്നെ എന്താ റിമൈൻഡർ 1 വരും. അപ്പം 2.3333 എന്ന് പറഞ്ഞാൽ 21.333 എന്ന് പറഞ്ഞു. അപ്പം എന്താ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 21.33. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഹവേഴ്സ് 25% കൂട്ടി എന്ന് പറഞ്ഞത്, അതായത് ഇനീഷ്യൽ ഫൈനൽ. വർക്കിംഗ് ഹവേഴ്സ് 25% കൂട്ടി എന്ന് പറഞ്ഞാൽ 1/4 4 എന്നുള്ള 5 ആയി.
വേജസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ എങ്ങനെയാണ്? വേജസ് 20% കൂടി എന്ന് പറഞ്ഞു. അപ്പം ഇനിഷ്യൽ എത്രയാണ്? 5 ഉണ്ടായിരുന്നു, 6 ആയി. പിന്നെ മൊത്തം ചേഞ്ചസ് എടുക്കുന്നത് എങ്ങനെയാണ്? 4, 5, 20 വരും. ഇവിടെ 6, 5, 30 വരും. എത്രയാണ് കൂടിയ? 10 കൂടി. എത്രയിലാണ് കൂടി? 20 കൂടി. 100 ചെയ്യാം. അപ്പം 50% കൂടിയത്. അപ്പം ഇവിടെ എന്താ ആൻസർ? 50 വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 20% ഡിസ്കൗണ്ട് കൊടുക്കുക എന്തിലാണ്? കോസ്റ്റ് പ്രൈസിൽ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് റേഷ്യോ എടുക്കുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ 20% കുറച്ചിട്ട് 80 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ ഇവിടെ 80ൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്തെങ്കിലും എത്രയാണ്? 400 എന്നുള്ളത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇയാൾ 520 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഇയാളുടെ ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഈ 100ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് കോസ്റ്റ് പ്രൈസാണ് കിട്ടുന്നത്. അപ്പം 80ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 40. 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5 വരും. അപ്പം 100ൻ്റെ വാല്യൂ എത്രയാണ്? ഇൻറ്റു 5 കൊടുത്താൽ മതി. അപ്പം 500 കിട്ടും. കോസ്റ്റ് പ്രൈസ് എന്താ? 500 ഇനി ഇയാൾ 520 വിൽക്കുന്നത്. അപ്പം 520 വിൽക്കുമ്പോൾ ലാഭം എത്ര? 20 രൂപ ലാഭം. എത്രയില്ല? 500 ഇൻറ്റു 100. ഇപ്പോൾ 20/5 ചെയ്യുമ്പോൾ 4% ലാഭം കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അവിടെ കസേര വാങ്ങിച്ചു എത്ര? 1200 രൂപയ്ക്ക് വാങ്ങിച്ചു, 1440 രൂപയ്ക്ക് വിറ്റു. ലാഭം എത്രയാണ്? 240 രൂപ ലാഭം. എത്രയില്ല? 1200 ഇൻറ്റു 100 കൊടുക്കുക. 0 വെട്ടിപ്പോയി. 12, 2 240. അപ്പം 20 വരും. 20% ലാഭം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ പുള്ളി കുറച്ച് സാധനം വാങ്ങിച്ചു, അത് വിറ്റപ്പോൾ അയാൾക്ക് 15% ലോസ് ഉണ്ടായി. പക്ഷേ ഈ പുള്ളി വാങ്ങിച്ചു 18% കുറച്ച് വാങ്ങിച്ചിരുന്നെങ്കിൽ, അതായത് സ്ഥിരം വാങ്ങുന്ന പൈസയേക്കാളും 18% കുറച്ച് വാങ്ങി 108 രൂപ കൂട്ടിയിട്ട് വിട്ടു. അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് 30% പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് 100 രൂപയുടെ സാധനം ഇയാൾ വാങ്ങിച്ചു, അയാൾ വിറ്റപ്പോൾ അയാൾക്ക് 15% ലോസ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര? 85 രൂപയായി. ഇനി ഇയാൾ ഇത് 18% കുറച്ച് പ്രൈസിനാണ് വാങ്ങിച്ചിരുന്നെങ്കിൽ എത്ര? 82 രൂപയ്ക്ക് കിട്ടിയേനെ. ഇനി ഇയാൾ 108 രൂപ കൂട്ടിയിട്ട് വിൽക്കുമായിരുന്നെങ്കിൽ അയാൾക്ക് എത്രയാണ്? 30% ലോസ് കിട്ടിയേനെ, 30% പ്രോഫിറ്റ് കിട്ടിയേനെ. അപ്പം 82ൻ്റെ 30%, അതായത് 130/100 ചെയ്യുമ്പോൾ എത്രയാണ്? 0 വെട്ടിപ്പോയി. ഞാനിവിടെ രണ്ട് സൈഡിലും 5 കൊണ്ട് കിട്ടുമ്പോൾ എത്ര? ഇവിടെ 41 വരും, ഇവിടെ 5 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര? 533/5 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 106.6 രൂപയ്ക്കാണ് അയാൾ വിൽക്കുന്നത്. 106.6 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇനി ഈ വാല്യൂ ആണ് എന്ത് തന്നേക്കുന്നത്? എത്രയാണ്? 108. അതായത് 106.6 മൈനസ് 85 ചെയ്യുമ്പോൾ എത്രയാണ്? 21.6 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 108 എന്ന് തന്നേക്കുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 5. അപ്പം 100 യൂണിറ്റിൻ്റെ വാല്യൂ 500 കിട്ടും. ഇതാണ് കോസ്റ്റ് പ്രൈസ് വരുന്നത്. ഓപ്ഷൻ ബി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ എന്താ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1850 രൂപയാണ്. ഡിസ്കൗണ്ട് അറൗണ്ട് എന്ന് പറഞ്ഞാൽ 9.5% അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ചെയ്യുന്നത്? അപ്പം 1850 ഇൻറ്റു 100 9.5 മൈനസ് ചെയ്യാൻ എത്രയാണ് ബാക്കി? 90.5/100 ഇത് ചെയ്താൽ എന്താ സെല്ലിംഗ് പ്രൈസ് കിട്ടും? 0 കട്ട് ചെയ്ത് പോയി. 185/5 ചെയ്യുമ്പോൾ എത്രയാണ്? 37 വരും. ഇവിടെ 5 ചെയ്യുമ്പോൾ 2 വരും. അപ്പം 90.5/2 ചെയ്യുമ്പോൾ എത്രയാണ്? 37 ഇൻറ്റു 45.25 വരും. അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് 37 ഇൻറ്റു 0.25 മാത്രം ചെയ്താൽ എത്രയാണ്? അതായത്
4 × 0.25 ചെയ്താൽ നമുക്ക് 1 അറിയാം. അപ്പം 40 × 0.25 ചെയ്താൽ 10 പറയാം. അപ്പം ഇതിൻ്റെ അതായത് ഇവിടെ 1 കുറയണമെങ്കിൽ ഇവിടെ 4 കുറയണം. അതായത് ഈ പോയിൻ്റൊന്നും ഇല്ലാതെ ഇവിടെ എനിക്ക് 9 വരണമെങ്കിൽ ഇവിടെ 36 വരണം. അപ്പം 36 × 0.25 ചെയ്താലേ എനിക്ക് എന്താ 9 കിട്ടുള്ളൂ. 37 × 0.25 ചെയ്താൽ എന്താ 9.25 എന്ന് മനസ്സിലാവും. 25 അവസാനം വരും, 37 ചെയ്യുന്നുണ്ട്. അപ്പം 0.25 അവസാനം വരുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എത്രയൊരു എമൗണ്ട് 2 വർഷം കൊണ്ട് 500 ആവും, 3 വർഷം കൊണ്ട് 700 ആവും. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ നേരെ പെർസെൻറ്റേജ് എടുത്താൽ മതി. കാരണം ഇത് സെക്കൻഡ് ഇയറിൽ ഇത് തേർഡ് ഇയറിലാണ് തന്നേക്കുന്നത്. അപ്പം എത്രയാണ് കൂടി? 200 കൂടി എത്രയാണ് 500 × 100. അപ്പോൾ 2/5 വാല്യൂ എത്രയാണ് നമുക്കറിയാം, 40% ആണ്. അപ്പോൾ ഇതെന്താ 40% കൂടിയ ഇവിടെ എന്താണ് 40% തന്നെയാണ് കൂടുന്നത്. അടുത്തടുത്ത വർഷത്തെ പ്രിൻസിപ്പളും എമൗണ്ടും തരുവാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും കാണാൻ ഒരേ രീതി തന്നെ എടുത്താൽ മതി. തന്നേക്കുന്ന 2 വാല്യൂ വെച്ച് ഇതുപോലെ പെർസെൻറ്റേജ് എടുത്താൽ മതി. എത്രയാണോ കൂടിയത്, എത്രയിലാണോ കൂടിയത് × 100 എടുക്കുക. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ പുള്ളിക്കാരൻ കടമെടുത്തു, 8% പലിശ നിരക്ക്. എത്ര രൂപയാണ് കടമെടുത്തത് എത്രയാണെന്ന് അറിയത്തില്ല. 2 വർഷത്തിന് അവസാനം ഈ പുള്ളിക്ക് 58,320 തിരിച്ചടയ്ക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ഹി ബോറോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 8% എന്നുള്ളത് എടുക്കുമ്പോൾ എത്ര? 8/100 എന്നാവും. അതായത് 4/50 അഥവാ 2/25. അതായത് 25 എന്നുള്ള എമൗണ്ട് 2 കൂടി 25 എന്നുള്ള പ്രിൻസിപ്പൾ 2 കൂടി 27 എമൗണ്ട് ആവും. ഈ 2 എന്താണ്? ഇത് ഇൻട്രസ്റ്റ് ആട്ടോ. ഈ 2 ഇൻട്രസ്റ്റ് കൂടി 27 എമൗണ്ട് ആവും. അപ്പം പ്രിൻസിപ്പൾ എമൗണ്ട് എന്നുള്ള റേഷ്യോ എടുക്കുമ്പോൾ 25:27 വരും. എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തെ കാര്യം. അപ്പോൾ 2 വർഷത്തെ കാര്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. അതായത് 625 ഇവിടെയും വരും, ഇവിടെ 729 വരും. ഇവിടെ ഇനി 729 വാല്യൂ ആണ് എന്താ തന്നേക്കുന്നത്? 58,320 തന്നേക്കുന്നത്. ഇപ്പോൾ 625 വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയാവും ആൻസർ കിട്ടാൻ. ഇവിടെ 729 × 80 ചെയ്യുമ്പോഴാണ് എന്ത് 58,320 കിട്ടുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 80 ആണ് ശരിക്കും. 625 × 80 ചെയ്ത ആൻസർ കിട്ടും. അപ്പോൾ എത്രയാണ്? 50,000 ആണ് ആൻസർ വരുന്നത്. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 615 കോയിൻ ഉണ്ട് മൊത്തം. അത് ഒരു പെട്ടിക്കകത്തിട്ട് വെച്ചേക്കുക. അതിനകത്ത് ഏതൊക്കെ ടൈപ്പ് കോയിനുണ്ട്? 1 രൂപയുടെ കോയിനുണ്ട്, 50 പൈസയുടെ കോയിനുണ്ട്, 25 പൈസയുടെ കോയിനുണ്ട്. അങ്ങനെയാണ് അവരുടെ വാല്യൂവിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അതിനകത്ത് വാല്യൂ മീൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ 1 രൂപയുടെ കോയിൻ 5 എണ്ണം ഉണ്ടെങ്കിൽ 5 എടുക്കും. അതുപോലെ 50 പൈസയുടെ 2 കോയിൻ ഉണ്ടെങ്കിൽ 1 രൂപ എടുക്കും. അതാണ് വാല്യൂ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ വാല്യൂ വന്നേക്കുന്നത് 3:5:7. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് 50 പൈസ കോയിൻസ് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചത്. നമുക്ക് ആദ്യം എത്ര തരം കോയിനുണ്ട് നോക്കാം. ആദ്യം 1 രൂപയുടെ കോയിനുണ്ട്, 50 പൈസയുടെ കോയിനുണ്ട്, അതുപോലെ 25 പൈസയുടെ കോയിനുണ്ട്. അതുപോലെ വാല്യൂ തന്നേക്കുന്നത് എത്ര? അതിൻ്റെയൊക്കെ വാല്യൂ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 3:5:7 ആണ്. ഇനി നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ എടുക്കാം. അതായത് 1 രൂപയുടെ എത്രയോ കോയിനുണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് 3 കിട്ടിയത്. അപ്പം എത്ര കോയിനുണ്ടെന്ന് കാണാൻ ചെയ്യേണ്ട എക്സിനെ അവിടെ നിർത്തിയിട്ട് 1നെ കൊണ്ട് വരണം. അപ്പോൾ 3/1 എന്ന് പറഞ്ഞാൽ 3 കോയിനുണ്ട്. ഈസ് സെയിം പ്രോസസ്സ് തന്നെ ഇവിടെയും ചെയ്യണം. അതായത് 50 പൈസ, അതായത് 1/2 എടുക്കാം. 1/2 ഇൻറ്റു എത്രയോ കോയിനുണ്ട്, അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത് 5 രൂപ. അപ്പം എക്സിനെ അവിടെ നിർത്തിയിട്ട്, അതായത് ഈക്വൽ ടു 5 ആണ്, എക്സിനെ അവിടെ നിർത്തിയിട്ട്
1/2 ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇൻറ്റു 2 ആവും, അപ്പോൾ 10 ആവും. അതുപോലെ തന്നെ 1/4 എന്ന് എടുക്കാം. അതിന് 1/4 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 7 അപ്പം എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 7 4 28 എന്ന് വരും. ഇതാണ് നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ സം എത്ര വരും? അതായത് 28 10 38 38 3 41 എന്ന് വരും. ഈ 41ൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്താ തന്നേക്കുന്നത്? 615 എന്ന്. അങ്ങനെയാണെങ്കിൽ 10ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എന്താണ് 10ൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. 50 പൈസ കോയിൻ എത്രയാണോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ 41 ഇൻറ്റു 15 ചെയ്യുമ്പോഴാണ് 615 ചെയ്യുന്നത്. അപ്പോൾ 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15 അപ്പം 10ൻ്റെ വാല്യൂ എത്രയാണ്? 150 വരും. 150 ആൻസർ വരുന്നത്, ഓപ്ഷൻ എ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ എന്താ 30 സാധനത്തിന് എത്രയാണ്? 140 രൂപയെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് 24-ന് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് വെട്ടിപ്പോയി. അപ്പോൾ ഇത് വെട്ടുമ്പോൾ എത്ര? 3 4 12 വരും. 4 and 2/3 ആണ് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ വരുന്നത്. അല്ല അങ്ങനെ എഴുതുന്നില്ല, 14/3 തന്നെ ഇട്ടാൽ മതി. അപ്പം 24 ഇൻറ്റു 14/3 ചെയ്താൽ മതി. അപ്പം 3യും 24 കൂടെ വെട്ടിപ്പോയി 8 വന്നു. 8 ഇൻറ്റു 14 എത്രയാണ്? 8 ഇൻറ്റു 14 ചെയ്യുമ്പോൾ 32 8 112 ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്ന 3 തരം പൾസസ് ഉണ്ട്, എ ബി സി എ. അപ്പം അവരുടെ വെയിറ്റ് എന്ന് പറഞ്ഞ് വെയിറ്റിൻ്റെ റേഷ്യോ തന്നേക്കുന്നത് എത്രയാണ്? വെയിറ്റിൻ്റെ റേഷ്യോ തന്നേക്കുന്നത് 4:3 ആണ്. ഇനി പ്രൈസിൻ്റെ റേഷ്യോ തന്നേക്കുന്നത് എത്രയാണ്? പ്രൈസിൻ്റെ റേഷ്യോ അല്ല, പ്രൈസായിട്ട് തന്നേക്കുന്നത് 80 60 80 80 60 80. വാട്ട് വിൽ ബി ദ ആവറേജ് കോസ്റ്റ് ഓഫ് 1 kg പെർ മിക്സ്ചർ ഓഫ് പൾസസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ ടോട്ടൽ എടുക്കുമ്പോൾ എത്ര വരുന്നത്? 8 4 32 വരും. ഇവിടെ ഇത് 60 അപ്പം 6 3 18 വരും. 150 വരും. 8 3 24 240. അപ്പം ഇതാണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. ഇനി ഇതെല്ലാം കൂടെ സം ചെയ്തെടുക്കണം. 320 150 300 100 400 420 420 80 500 വരും. 500 700 700 740 ഇവിടെ സം വരുന്നത്. ഇനി മൊത്തം എത്ര കിലോ ഉണ്ട്? 1 4 4 3 7 7 3 10 കിലോ ഉണ്ട് മൊത്തം. അപ്പം 74 കിലോ അല്ല 74 രൂപ പെർ കിലോയാണ് ആൻസർ വരുന്നത്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യനെ പറഞ്ഞിരുന്നതാ മനീഷ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 7 days. അതേ ജോലി തന്നെ മറ്റേ പുള്ളി എത്ര ദിവസം കൊണ്ട് ചെയ്യും? അതിൽ 6 ദിവസം കൊണ്ട് ചെയ്യും. ഇവരുടെ ടോട്ടൽ വർക്ക്, അതായത് LCM എടുക്കുമ്പോൾ എത്രയാണ്? 42 വരും. ഇതാണ് ടോട്ടൽ വർക്ക്. അപ്പോൾ 42/7 ചെയ്യുമ്പോൾ 6, 42/6 ചെയ്യുമ്പോൾ 7 വരും. ഇതാണ് ഇവരുടെ എഫിഷ്യൻസി. അപ്പോൾ നമ്മൾ എഫിഷ്യൻസിയുടെ റേഷ്യോ എടുക്കുക. എഫിഷ്യൻസി റേഷ്യോ എടുക്കുമ്പോൾ മനീഷിൻ്റെ എത്ര? 6, അനിലിൻ്റെ 7. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോയിലാണ് ശമ്പളം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്ന മൊത്തം വർക്ക് ചെയ്യാൻ 390 രൂപയാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം 13 വർക്ക് ചെയ്യാൻ 390. അതുപോലെ if they both work together to complete the work, find the earnings of മനീഷ് എന്ന് ചോദിച്ചേക്കുന്നത്. മനീഷിൻ്റെ 6ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചെന്നാൽ 13 ഇൻറ്റു 30 ചെയ്യുമ്പോഴാണ് എൻ്റെ 390 കിട്ടുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 30 മനസ്സിലായി. അങ്ങനെയാണ് 6 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 6 ഇൻറ്റു 30 ചെയ്യുമ്പോൾ 180 വരും. ഇതാണ് ഉത്തരം, ഓപ്ഷൻ സി. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഈ റാബിയ എത്രയാണ്? റാബിയ 12 ദിവസം കൊണ്ട് ജോലി ചെയ്യും. അതേ ജോലി തന്നെ സരിത എത്ര ദിവസം കൊണ്ട് ചെയ്യും? 18 ദിവസം കൊണ്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ LCM എന്ന് പറയുന്നത് 36 വരും. അതായത് 12 ഇൻറ്റു 3 18 ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് LCM വരുന്നത്. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 2 വരും. ഈ
ജോലി ഇപ്പോൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത്. അപ്പം 36/3 രണ്ടും കൂടെ കൂട്ടുക, കമ്പൈൻഡ് എഫിഷ്യൻസി. അപ്പം 5 വരും. 5, 7, 35, ഒരു 1 റിമൈൻഡർ വരും. 7 and 1/5 വരും. അപ്പോൾ ഓപ്ഷൻ സെക്കൻഡ് വരും. ഈ 2/, അതായത് 7 and 2/5 എന്ന് അവർ തന്നേക്കുന്നത്. ഇത് വെട്ടി കുറയുമ്പോൾ എത്രയും ആ 2/10 എന്നാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ അത് വെട്ടി കുറയ്ക്കുമ്പോൾ 1/5 ആയിക്കോളും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഈ പുള്ളി അങ്ങോട്ട് പോയ സ്പീഡ് എന്ന് പറഞ്ഞാൽ 84 km/h, റിട്ടേൺ ചെയ്ത് 66 km/h. അങ്ങനെയാണ് ആവറേജ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. സെയിം ഡിസ്റ്റൻസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ 2 × a × b/a + b ചെയ്താൽ മതി. എയും ബിയും രണ്ട് സ്പീഡാണ്, എ ഇത് ബി. അപ്പോൾ ഇത് പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ എത്ര വരുന്നത്? 2 × 84 × 66/84, 66 കൂടെ കൂട്ടിയാൽ 150. ഇവിടെ 150 കൂടെ വെട്ടിപ്പോയാൽ എത്രയാണ്? 75 വരും. അപ്പോൾ 75 66 ഞാൻ 3 കൊണ്ട് വെട്ടുമ്പോൾ 66/3 ചെയ്യുമ്പോൾ 22 വരും. 75/3 ചെയ്യുമ്പോൾ എത്രയാണ്? 25 വരും. ഇനി 84 × 22 ചെയ്യുമ്പോൾ എത്ര? 1848 വരും. /25 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 200 താഴെ വരണം. അതായത് 25 × 8 ചെയ്യുമ്പോഴാണ് 200 വരുന്നത്. അപ്പം 5 × 7 പോകത്തുള്ളൂ. അപ്പം 175 വരും. റിമൈൻഡർ എത്രയാണ്? 9 വരും. 98 വരും. 98-ൽ 25 4 തവണ പോകത്തില്ല. കാരണം 25 × 4 ചെയ്യുമ്പോൾ 100 ആയിട്ടുള്ള വരുന്നത്. അപ്പം 3 തവണ പോകത്തുള്ളൂ. അപ്പം പിന്നെ 75 വരും. റിമൈൻഡർ എത്ര? 23 വരും. അതായത് 73 and 23/5 വരുന്നത്. അപ്പോൾ 73.92 എന്ന് പറഞ്ഞാൽ ഒറ്റ ഓപ്ഷനുള്ള 73 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 625 ആണ് എൻ്റെ സർക്കുലർ ട്രാക്കിൻ്റെ ലെങ്ത്ത്. അവർ രണ്ടുപേരും 90 km 72 km സ്പീഡിൽ സെയിം ഡയറക്ഷനിലാണ് ഓടുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മീറ്റിംഗ് പോയിൻ്റ് അവിടെ വെച്ചാണ് ചോദിച്ചേക്കുന്നത്. എത്ര സമയത്തിനുള്ളതാണ് ചോദിച്ചത്? സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ടൈം കാണാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ്. ഇവിടെ ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? 625 തന്നിട്ടുണ്ട്. ഇത് മീറ്ററാണ്. ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് 90 ൽ 72 പോയി എത്രയാണ്? 18 എന്ന് വരും. ഇത് km/h. അപ്പോൾ അത് m/s 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 18 കട്ട് ചെയ്ത് പോയി 625/5 ചെയ്യുമ്പോൾ എത്രയാണ്? 125 എന്ന് വരും. 125 സെക്കൻഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, ഈ പുള്ളി 75 km/h 4 മണിക്കൂർ ഓടിച്ചു. പിന്നെ 90 km/h 6 മണിക്കൂർ ഓടിച്ചു. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 4 മണിക്കൂർ 75 km/h ഓടിച്ചാൽ മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ് കവർ ചെയ്യുന്നത്? 4 × 75 വരും. എത്രയാണ്? 300 വരും. അതായത് 300 km അയാൾ ഓടി. അതുപോലെ തന്നെ 90 × 6 ചെയ്യുമ്പോൾ എത്രയാണ്? 540 km എന്ന് വരും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് അയാളുടെ ടോട്ടൽ ഡിസ്റ്റൻസ്. 0, 4, 5, 3, 8 840 km ഇയാൾ ഫുൾ ഓടിയത്. അപ്പം ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം തയ്ക്കണം. അപ്പോൾ 840 ഇയാൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് കവർ ചെയ്ത്. ടൈം എത്രയാണ്? 6 × 4 = 10 എന്ന് കിട്ടും. അപ്പം 84 km/h ആണ് ഇയാളുടെ ആവറേജ്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ എന്ന് പറയുന്നത് എത്രയാണ്? അതെന്ന് പറയുന്നത് = 1/3 ഓഫ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ഈ സിലിണ്ടർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഏത് കണ്ടീഷനാണ്, ഓപ്ഷൻ പറഞ്ഞേക്കുന്നത് ഏത് കണ്ടീഷനാണ് കറക്റ്റായിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എഴുതുമ്പോൾ ഇങ്ങനെ വരുന്നത്, അതായത് കർവ്ഡ് സർഫസ് ഏരിയ = 1/3 ടോട്ടൽ സർഫസ് ഏരിയ എന്നാണ്. കർവ്ഡ് സർഫസ് ഏരിയ എത്ര വരുന്നത്? 2
പൈ ആർ എച്ച് ആണ് വരുന്നത്. അതെന്ന് പറയുന്നത് ഈക്വൽ ടു 1/3 ഓഫ് 2 ഇൻറ്റു 2 πr ഇൻറ്റു ആർ പ്ലസ് എച്ച് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ വരുന്നത്. അതായത് 2 πr സ്ക്വയർ പ്ലസ് 2 πr എച്ച് ആണ്. അതായത് ഒരു സിലിണ്ടർ വരയ്ക്കുമ്പോൾ ഈ മുകളിലത്തെ 2 സർക്കിളാണ് ഈ πr സ്ക്വയർ 2 തവണ വരുന്നത്. പിന്നെ ഈ 2 πr എച്ച് എന്ന് പറഞ്ഞാൽ ഈ ബാക്കി ഭാഗം. അപ്പോൾ അത് രണ്ടും കൂടി എടുക്കുമ്പോഴാണ് 2 πr സ്ക്വയർ പ്ലസ് 2 πr എച്ച് വരുന്നത്. പിന്നെ ഇത് ഈ ഫോമിലേക്ക് ആക്കുന്നതെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്തുനിന്ന് 2 πr പുറത്തെടുക്കുമ്പോഴാണ് 2 πr ഇൻറ്റു ആർ പ്ലസ് എച്ച് എന്ന് പറയുന്ന ഫോമിലേക്ക് ആകുന്നത്. ഇവിടെ 2 πr കട്ട് ചെയ്ത് പോയി. ഈ 3 ഞാൻ ഇങ്ങോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3h ഈസിക്കൽ ടു ആർ പ്ലസ് എച്ച് എന്ന് വരും. ഈ എച്ചിന് ഞാൻ ഇങ്ങോട്ട് വിട്ടാൽ എന്താ സംഭവിക്കുന്നത്? 3h മൈനസ് എച്ച് ആവും. അതായത് 2h ഈക്വൽ ടു ആർ എന്ന് വരും. അഥവാ h ഈസിക്കൽ ടു 1/2 ആർ എന്ന് വരും. ഓപ്ഷൻ ഡി. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ എന്താ, ഫൈൻഡ് ദ വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഹൂസ് കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട് 10-12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് സർക്കംഫറൻസ് ഓഫ് ദ ബേസ് എന്ന് പറയുന്നത് 22 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 2 πr/h വാല്യൂ തന്നിരിക്കുന്നത് എത്രയാണ്? 10-12 എന്നാണ്. പിന്നെ അതുപോലെ എന്താ സർക്കംഫറൻസ് ഓഫ് ദ ബേസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 22 സെൻറ്റിമീറ്റർ. അതായത് സിലിണ്ടർ വരയ്ക്കുമ്പോൾ ഈ ബേസിൻ്റെ സർക്കംഫറൻസ് ആണ്, അതായത് ഈ താഴെ കാണുന്ന സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് എത്രയാണ് തന്നിരിക്കുന്നത്? 22 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്. അപ്പം അതൊരു സർക്കിളായിട്ട് നമുക്ക് എന്താ 2 πr തന്നെ എടുക്കാം. അപ്പം 2 πr വാല്യൂ ആണ് തന്നിരിക്കുന്നത് 22 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിനകത്ത് ആറിൻ്റെ വാല്യൂ കിട്ടും. അതെങ്ങനെയാണ്? 22/2 11 കട്ട് ചെയ്ത് പോയി, 2ഉം 22 കട്ട് ചെയ്ത് പോയി 11 കിട്ടി. ആർ ഈസിക്കൽ ടു 11/π എന്ന് വരും. പൈക്ക് നമുക്ക് 22/7 കൊടുക്കാം, 22/7 കൊടുക്കാം. അപ്പം ഇത് റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 7/22 വരും. അപ്പം 11 22 കട്ടായി പോവും. 1 ഇവിടെ 2ഉം വരും. അപ്പം 3.5 സെൻറ്റിമീറ്ററാണ് റേഡിയസ്. എനിക്ക് കണ്ടുപിടിച്ച റേഡിയസ് ഈ ഇതിൽ കൊണ്ട് കൊടുത്തിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കണം. അതായത് 2 ഇൻറ്റു 22/7 ഇൻറ്റു 7/2 തന്നെ ഇടാം. 7/2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 10-12. ഇവിടെ 7ഉം 7ഉം കട്ട് ചെയ്ത് പോയി, 2ഉം കട്ട് ചെയ്ത് പോയി. 10-12/22 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 46 വരും. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 46 വരും. ബോഡി ചോദിച്ചേക്കുന്നത് ബോഡിയാണ് ചോദിച്ചേക്കുന്നത്. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? πr² ആണ്. അപ്പം 22/7 ഇൻറ്റു 7/2 ഇൻറ്റു 7/2 ഇൻറ്റു 46. അപ്പോൾ ഒരു 7 കട്ട് ചെയ്ത് പോയി. 2ഉം 46 കട്ട് പോകുമ്പോൾ 23 വരും. ഈ 2ഉം കൂടെ കട്ട് ചെയ്ത് പോകുമ്പോൾ 11 വരും. കഴിയുമ്പോൾ ബാക്കി എത്രയാണ് വരുന്നത്? 11 ഒരെണ്ണം വരും, ഇൻറ്റു 7 ഒരെണ്ണം വരും, ഇൻറ്റു 23 ഒരെണ്ണം വരും. അപ്പം 77 ഇൻറ്റു 23 ചെയ്താൽ മതി. അപ്പം 21 വരും യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ 1 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് മനസ്സിലായി. അപ്പം 1 ഓപ്ഷൻ യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. 1771 ഓപ്ഷൻ ഫസ്റ്റ്, അതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ ഫുള്ള് ക്വസ്റ്റിനും കംപ്ലീറ്റ് ചെയ്തു. ഷിഫ്റ്റ് 2 എല്ലാ ക്വസ്റ്റിനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മാത്സിൻ്റെ.